മക്കളെ, 5ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ കഴിഞ്ഞ 2024-25 വർഷത്തെ അഥവാ പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നതിന് ശേഷമുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നും അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു മോഡൽ തന്നെയായിരിക്കും നിങ്ങൾക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. ഒന്നാമത്തെ ആക്ടിവിറ്റി ഒബ്സർവ് ദ പിക്ചർ എന്നുള്ളതാണ്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പിക്ചർ നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അടുത്തതായിട്ടുള്ളത്. ചോദ്യം എന്ന് പറയുന്നത് റൈറ്റ് ഡൗൺ എനി 3 പെക്യുലാരിറ്റീസ് ഓഫ് ദ വില്ലേജ് ഫ്രം ദ പിക്ചർ. ഈ പിക്ചറിൽ നിന്നും വില്ലേജിൻ്റെ 3 പെക്യുലാരിറ്റീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഫാമേഴ്സൊക്കെ ഫീൽഡിലൊക്കെ ഇങ്ങനെ ഉഴുതു മറിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ആദ്യത്തേത് ഫാമേഴ്സ് ആർ പ്ലഫിംഗ് ഫീൽഡ്. ഓക്കെ, പിന്നെ എന്തുണ്ട്, ക്ലേ പോട്ട് മേക്കിംഗ് കാണാനുണ്ട് അല്ലേ. ക്ലേ പോട്ട് മേക്കിംഗ് എങ്ങനെയല്ല, ക്ലേ പോട്ട് സെല്ലിങ്. ഓക്കെ, ക്ലേ പോട്ട് ബീയിങ് സോൾഡ്. അതുപോലെ എന്തുണ്ട്, കുട്ടികളൊക്കെ പോണ്ടിൽ കളിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്ത് എഴുതാം, ചിൽഡ്രൻസ് ആർ പ്ലേയിങ് ഇൻ ദ പോണ്ട്. കുട്ടികളൊക്കെ പോണ്ടിൽ കളിക്കുന്നുണ്ട്. ഇനി അടുത്തത് നോക്കൂ, ലേക്ക് ദ മാർക്കറ്റ് ഇൻ പീലീസ് വില്ലേജ്. എന്താണ്, പീലിയുടെ വില്ലേജിലുള്ള ഒരു മാർക്കറ്റ് പോലെ എന്ന് വിചാരിക്കുക. വാട്ട് ആർ ദ വേസ് ഇൻ യുവർ വില്ലേജ് ടു എക്സ്ചേഞ്ച് ഗുഡ്സ്. നമ്മുടെ വില്ലേജിലൊക്കെ എങ്ങനെയാണ് ഗുഡ്സൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്? ഒന്നെന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്ചേഞ്ച് നടക്കാറുണ്ട് അല്ലേ. നമ്മൾ കടയിൽ പോയിട്ട് ഡയറക്റ്റായിട്ട് പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആൻഡ് ഓൺലൈൻ ഷോപ്പിങ്ങും നടത്താറുണ്ട്. ആൻഡ് ഓൺലൈൻ ഷോപ്പിംഗ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ നാട്ടിലൊക്കെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. ഓൺലൈൻ ഷോപ്പിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ത് എഴുതിയാലും കുഴപ്പമില്ല. ഇനി അടുത്ത ചോദ്യം നോക്കൂ, രണ്ടാമത്തതാണ് യൂസ് ഓഫ് ഫയർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ഫുഡ് പാറ്റേൺ. അപ്പോൾ ജനങ്ങളുടെ അല്ലെങ്കിൽ പണ്ടുള്ള ആളുകളുടെ ജീവിത രീതിയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് എന്താണ്, അന്ന് ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു തുടങ്ങി. ഫയർ തീ കണ്ടുപിടിച്ചതോട് കൂടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. ഇതിലെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ചേഞ്ചസ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ ഫുഡ് പാറ്റേൺ ഓഫ് ഹ്യൂമൻ ബീയിങ് ആഫ്റ്റർ യൂസിങ് ഫയർ ഫോർ കുക്കിംഗ്. അപ്പോൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഫയർ ഉപയോഗിക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ലാത്തൊരു മാറ്റം എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് കുക്ക് ആൻഡ് ഈറ്റ് അല്ലേ, അത് തുടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ റോസ്റ്റ് ആൻഡ് ഈറ്റ്, അവരെന്താണ് റോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി തുടങ്ങി. ഈറ്റ് റോ ആയിട്ട് പച്ചയായിട്ട് കഴിക്കാൻ വേണ്ടി തുടങ്ങി. അത് ശരിയാണോ? അല്ല, തെറ്റാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ബോയിൽ ആൻഡ് ഈറ്റ് പറയുന്നത് ശരിയാണ്. അപ്പോൾ ഇതാണ് അവർ ചെയ്യാത്ത കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കൂ, ഒബ്സർവ് ആൻഡ് അറേഞ്ച് ദ കൺസെപ്റ്റ് മാറ്റ് റിലേറ്റഡ് ടു ദ നൊമാഡിക് മാൻസ് യൂസേജ് ഓഫ് ഫയർ. അപ്പോൾ മനുഷ്യന് ഈ ഫയർ കണ്ടുപിടിക്കാൻ വേണ്ടി തുടങ്ങിയാൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി തുടങ്ങിയതോട് കൂടിയിട്ട് അവർക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കോൺസെപ്റ്റ് മാപ്പ് ഒന്ന് ഇവിടെ എഴുതണം. അപ്പോൾ ആദ്യത്തെ അവിടെ കൊടുത്തിട്ടുണ്ട്, ദേ ഏറ്റ് ദ ബേൺഡ് മീറ്റ് ഓഫ് ഡെഡ് എനിമൽസ് ആൻഡ് ഫയൽഡ് വെയർ. അപ്പോൾ ഫയൽഡ് വെയർ കാട്ടുതീയൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ചത്തിട്ടുള്ള മൃഗങ്ങൾ ഉണ്ടാവില്ല, അതിൻ്റെ മീറ്റൊക്കെയാണ് അവർ ആദ്യമായിട്ട് കഴിക്കാൻ വേണ്ടി തുടങ്ങിയത് അല്ലേ. അപ്പോൾ അതാണ് ഒന്നാമതായിട്ട് എഴുതിയിട്ടുള്ളത്. പിന്നെ രണ്ടാമത് വരുന്നത് ഏതാണെന്നറിയോ, ലേൺ ടു യൂസ് ഫയർ ഇൻ എ കൺട്രോൾഡ് മാനർ. നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് ഫയറൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ രണ്ടാമതുള്ളത് ഇവിടെ എഴുതി കൊടുക്കുക. അതിനുശേഷം വന്ന മാറ്റം എന്ന് പറയുന്നത് ദേ സ്റ്റാർട്ടഡ് ടു കുക്ക് ഫുഡ്. അവരെന്താണ് ഫുഡ് കുക്ക് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെന്താണ്, ബിഗൻ ടു റോസ്റ്റ് ഈറ്റ് റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്. അവർ എന്താണ് ഈ മീറ്റ് മാത്രമല്ല ബാക്കിയുള്ളതും ഇതുപോലെ കഴിക്കാൻ വേണ്ടി പറ്റുമെന്ന് മനസ്സിലായപ്പോൾ അവർ വേരുകൾ അതുപോലെ തന്നെ ട്യൂബേഴ്സൊക്കെ അങ്ങനെ കഴിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അത് നാലാമതായിട്ട് വരും. ദെൻ ബിഗൻ ടു റോസ്റ്റ് ആൻഡ് ഈറ്റ് ഫിഷ് മീറ്റ് എക്സെട്ര. പിന്നെന്താണ്, അവർ ഫിഷും മീറ്റും ഒക്കെ റോസ്റ്റ് ചെയ്തിട്ടും എന്താണ് ബേൺ ചെയ്തിട്ടും ഒക്കെ അവർ കഴിക്കാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റ് മാപ്പ് വരുന്നത്. അത് ഈ രീതിയിൽ നിങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്താൽ മതി. മൂന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ഗോഡൗണും സൂപ്പർ മാർക്കറ്റുമാണ് തന്നിട്ടുള്ളത്. ഒബ്സർവ് ദ പിക്ചർ ഷോയിങ് ദ സ്റ്റോറേജ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ടുഡേ. ഇന്ന് ഫുഡ് മെറ്റീരിയൽസ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. വാട്ട് വേർ ദ വേസ് ഇൻ വിച്ച് നോമാഡ്സ് യൂസ് ടു സ്റ്റോർ എക്സസ് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ നോട്ട്. അപ്പോൾ പണ്ട് കാലത്ത് ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ
സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി അവർ ചെയ്തിരുന്നത് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അവരെന്താണ് പോട്ടറിയിലൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പോട്ടറിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ ബാംബു റീഡിലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബാസ്ക്കറ്റ് ഉണ്ടാക്കിയിട്ട് ബാസ്ക്കറ്റ് ബാംബു റീഡിൽ ഉണ്ടാക്കിയിട്ട് അതിൽ അവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവരെന്താണ് വുഡൻ ബോക്സസ് ഉപയോഗിച്ചിരുന്നു. മാത്രമല്ല ബാഗ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ചിരുന്നു. ബാഗ്സ് എന്തുകൊണ്ട് ഉണ്ടാക്കി? ബാഗ്സ് മെയ്ഡ് ഓഫ് എനിമൽ സ്കിൻ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിലും വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നെയിം ദ മാനർ ഇൻ വിച്ച് ഗുഡ്സ് വെർ എക്സ്ചേഞ്ച്ഡ് ബിഫോർ ദ കോയിൻ സിസ്റ്റം കെയിം ടു എക്സിസ്റ്റൻസ്. എന്താണ് കോയിൻ സിസ്റ്റം ഒന്നും ഇല്ലാത്ത സമയത്ത് എങ്ങനെയായിരുന്നു ഗുഡ്സ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്? അതിന് പറയുന്ന പേരെന്താണ്? ബാർട്ടർ സിസ്റ്റം എന്നുള്ളതാണ് അല്ലേ. ബാർട്ടർ സിസ്റ്റം എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. അതാണ് പണ്ടൊക്കെ നിലവിലുണ്ടായിരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് ആക്ടിവിറ്റി നമ്പർ 4 ആണ്. ഇവിടെ ഡോക്ടർ, കൺസ്ട്രക്ഷൻ വർക്കർ, ടീച്ചർ, പോലീസ്, വുഡ് കട്ടർ, അതുപോലെ തന്നെ ഹെഡ് ലോഡ് വർക്കർ, ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒബ്സർവ് ദി പിക്ചർ ഗിവൺ ആൻഡ് ലിസ്റ്റ് ദ പേഴ്സൺസ് ഹു ആർ എൻഗേജ്ഡ് ഇൻ മന്ത്ലി വേജസ് ആൻഡ് ഡെയിലി വേജസ് എംപ്ലോയ്മെൻറ്റ്. ഇതിൽ ഏതൊക്കെയാണ് മന്ത്ലി വേജിൽ വരുന്നത്, ഏതൊക്കെയാണ് ഡെയിലി വേജിൽ വരുന്നത്? അപ്പം മന്ത്ലി വേജിൽ പോലീസ് വരുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ ഡോക്ടേഴ്സൊക്കെ എന്താണ് മന്ത്ലി വേജിൽ ആണ്. അതുപോലെ ടീച്ചറും മന്ത്ലി വേജിൽ ആണ്. ഇനി അടുത്ത ഡെയിലി വേജ് ആണെങ്കിൽ ഒന്നെന്ന് പറയുന്നത് വുഡ് കട്ടറിന് നമ്മൾ എന്താണ് ഓരോ ദിവസം മരം വെട്ടുന്നതിനനുസരിച്ചാണ് അല്ലേ. അതുപോലെ തന്നെ ഹെഡ് ലോഡ് വർക്കറിനും അവർ ചെയ്യുന്ന ഓരോ ദിവസത്തിനും ഓരോ കൂലിയാണ് കിട്ടുന്നത്. ഇനി വാട്ട് ഡു യു മീൻ ബൈ എംപ്ലോയ്മെൻറ്റ്? പ്രിപ്പയർ എ ഷോർട്ട് നോട്ട്. എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ നല്ല ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലിയാണല്ലേ. ഇനി അടുത്തത് സി ചോദ്യം എന്ന് പറയുന്നത് സെലക്ട് ദ വേർഡ് ദാറ്റ് റെഫേഴ്സ് ടു ദ ഇൻകം ഫ്രം സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്. സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു ഇൻകത്തിന് നമ്മൾ പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, സാലറി, ഡിവിഡൻറ്റ്. അതെന്താണ്? പ്രോഫിറ്റ് ആണല്ലേ. പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ആക്ടിവിറ്റി നമ്പർ 5ലേക്ക് കിടക്കാം. 5 എന്ന് പറയുന്നത് എന്താണ്? പീലി വിത്തൗട്ട് ഗുഡ് ഇൻ്റർനെറ്റ് കവറേജ് ആൻഡ് വൈഫൈ കണക്ടിവിറ്റി ഹൗ വിൽ യു പ്ലേ ഗെയിം. എന്താണ് ഈ വൈഫൈ നെറ്റ്വർക്കും അതുപോലെ തന്നെ ഈ കണക്ടിവിറ്റി നെറ്റ്വർക്ക് കവറേജ് ഒന്നും ഇല്ലാതെ നീ എങ്ങനെയാണ് ഗെയിം കളിക്കുക? ഹൗ വിൽ യു പ്ലേ ഗെയിം, നീ എങ്ങനെ ഗെയിം കളിക്കും? ഹൗ ഡു യു ബി ഹാപ്പി വിത്തൗട്ട് ഗെയിംസ് ഇല്ല എന്നുണ്ടെങ്കിൽ നീ എങ്ങനെയാണ് ഹാപ്പി ആവുക? ഇഫ് യു വേർ ഇൻ ദ സിറ്റി യു കുഡ് ഹാവ് ഡൺ മെനി തിങ്സ്. എന്താണ് സിറ്റിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അപ്പോൾ അടുത്ത കുട്ടി പറയാണ് ഐ തിങ്ക് ദിസ് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദ സിറ്റി. ഇതാണ് സിറ്റിയിലേക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാണ്. ഇതേ സെയിം ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ എന്തായാലും അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് ഹാവൻ യു സീൻ ദ എൻ്റർടൈൻമെൻറ്റ് ഇൻ പീലീസ് വില്ലേജ്. പീലിയുടെ വില്ലേജിലെ എൻ്റർടൈൻമെൻ്റ് ഒക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. ലിസ്റ്റ് ദ നെയിംസ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് ഇൻ യുവർ വില്ലേജ്. നിങ്ങളുടെ വില്ലേജിലെ എൻ്റർടൈൻമെൻറ്റ് എന്തൊക്കെയാണെന്നുള്ളത് എഴുതാനാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളെന്താണ് പ്രധാനമായിട്ടും ക്രിക്കറ്റ് അല്ലേ, ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കാറുണ്ട്, ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാറുണ്ട് അല്ലേ, ഹൈഡ് ആൻഡ് സീക്ക്. അതുപോലെയല്ല വേറെ എന്തെങ്കിലും ഫിഷിങ്, ചിലപ്പോൾ ഫിഷിങ്ങിനൊക്കെ പോകുന്ന കുട്ടികളുണ്ടാവാം. സ്വിമ്മിങ്, അതെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാം. ഇനി അടുത്തെന്ന് പറയുന്നത് കമ്പയർ ഓൺലൈൻ ഗെയിംസ് ആൻഡ് ദ എൻ്റർടൈൻമെൻറ്റ്സ് യു ഹാവ് സീൻ ഇൻ പീലീസ് വില്ലേജ്, മേക്ക് എ നോട്ട് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്. അപ്പോൾ പീലിയുടെ വില്ലേജിൽ നമ്മൾ കണ്ടിട്ടുള്ളത് എന്താണ്? ഓൺലൈൻ ഗെയിംസ് അല്ലാതെ എൻ്റർടൈൻമെൻ്റ് ആണ് അല്ലേ. അപ്പോൾ അതിനെന്താണ്? ഒരുപാട് മെറിറ്റ്സ് ഉണ്ടായിരിക്കും, ഒരുപാട് ഡീമെറിറ്റ്സും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മെറിറ്റ്സ് ആദ്യം നോക്കുക. മെറിറ്റ്സ് എന്താണ്? അവിടെ ഫ്രണ്ട്ഷിപ്പ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ ഇൻക്രീസ് ചെയ്യാനൊക്കെ പറ്റും. ഡീമെറിറ്റ് ആണെങ്കിൽ എന്താണ്? ന്യൂ നോളജിനെ കുറിച്ചുള്ള ലാക്ക് ഉണ്ടാവും അല്ലേ, ലാക്ക് ഓഫ് ന്യൂ നോളജ്, ഇഗ്നറൻസ് ഓഫ് ടെക്നോളജി, ഇതൊക്കെയാണ് ഉണ്ടാവുക. ഇനി ഓൺലൈൻ എൻ്റർടൈൻമെൻറ്റ് ആണെങ്കിൽ അതിനും മെറിറ്റ്സ് ഉണ്ട്. അതിനെന്താണ്? ഇന്നോവേഷൻ ഓഫ് ന്യൂ ടെക്നോളജീസ്, ഫൈൻഡിങ് ഓൺ ന്യൂ നോളജ്. ഇനി ഡീമെറിറ്റ്സ് ആണെങ്കിൽ എന്താണ്? ഫിസിക്കൽ വീക്ക്നെസ് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഡിക്രീസ് ആവും, ലാക്ക് ഓഫ് കോർഡിനേഷൻ ഉണ്ടായിരിക്കും, കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കുറവായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. അതെല്ലാം വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഒരു പാരഗ്രാഫ് പോലെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്.
ഇനി അടുത്തത് നോക്കൂ, ആറാമത്തെ ചോദ്യമാണ് കംപ്ലീറ്റ് ദ കോൺസെപ്റ്റ് മാപ്പ് റിലേറ്റഡ് ടു ക്ലോത്ത് മാനുഫാക്ചറിങ് സെക്ടർ. അപ്പോൾ അടുത്തത് ക്ലോത്ത് മാനുഫാക്ചർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്താണ് ഒരു ഇത് തന്നിട്ടുണ്ട്, ഒരു കോൺസെപ്റ്റ് മാപ്പ് തന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഫൈബേഴ്സ് യൂസ് ടു മേക്ക് ക്ലോത്ത്സ് എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ ഫൈബറാണുള്ളത്? ഒന്ന് നാച്ചുറൽ ഫൈബർ ഉണ്ട്, മറ്റൊന്ന് എന്താണ് സിന്തറ്റിക് ഫൈബർ ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് സിന്തറ്റിക് ഫൈബർ എന്നുള്ളതാണ്. ഇനി നാച്ചുറൽ ഫൈബറിൽ വരുന്നത് ഒന്ന് അനിമൽ ഫൈബേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്ലാന്റ് ഫൈബറും വരുന്നുണ്ട്. ഓക്കെ, പ്ലാന്റ് ഫൈബർ. ഇനി അനിമൽ ഫൈബറിൽ വരുന്നത് ഏതൊക്കെയാണ്? അനിമൽ ഫൈബറിൽ വരുന്നത് ഒന്ന് വൂള്, മറ്റൊന്ന് സിൽക്ക്. ഇനി പ്ലാന്റ് ഫൈബറിൽ കോട്ടനും ജൂട്ടും വരുന്നുണ്ട്. സിന്തറ്റിക് ഫൈബറിൽ പോളിസ്റ്ററും ലൈനോളും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അവിടെ നമ്മൾ ഫില്ല് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് നോക്കാം. ഇതിലെ ഈ ബി ചോദ്യം, നെയിം എ ഹാൻഡ്ലൂം സെൻറ്റർ ഇൻ കേരള. കേരളത്തിലെ ഒരു ഹാൻഡ്ലൂം സെൻറ്റർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണെന്നറിയോ? കുത്താമ്പുള്ളി ഹാൻഡ്ലൂം സെൻറ്റർ ഇൻ തൃശ്ശൂരാണ്. ഓക്കെ, ഏതാണ്? കുത്താമ്പുള്ളി. എനിക്ക് എഴുതി തരാം. കുത്താമ്പുള്ളി ഹാൻഡ്ലൂം സെൻറ്റർ ഇൻ തൃശ്ശൂർ. ഓക്കെ, ഇനി ഇതിലെ 7th ക്വസ്റ്റ്യൻ ആണ് കംപ്ലീറ്റ് ഐഡൻറ്റിറ്റി കാർഡ് ഗിവൺ റിലേറ്റഡ് ടു ഫുഡ് ഐറ്റംസ്. ഫുഡ് ഐറ്റംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള താഴെയുള്ള ഈ ഒരു ഐഡൻറ്റിറ്റി കാർഡ് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഇവിടെ തന്നിട്ടുള്ളത് ഏതാണ്? ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് പൈനാപ്പിൾ ആണ് അല്ലേ. പൈനാപ്പിളിൻ്റെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് ബ്രസീലാണ്. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് എഴുതണം? ബ്രസീൽ എന്ന് എഴുതി കൊടുക്കണം. ഇനി ദ പീപ്പിൾ ഹു ബ്രോട്ട് ടു ഇന്ത്യ. ആരാണ്? പോർച്ചുഗീസുകാരാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ഏതാണ്? ഫ്രൂട്ട്സ് എന്ന സ്പീഷീസിൽ പെടുന്നതാണ്. മേക്ക് എ ടേബിൾ ഓഫ് ദ ഫുഡ് ഐറ്റംസ് ദാറ്റ് കെയിം ടു ഇന്ത്യ ആസ് പാർട്ട് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ്. ഫുഡ് ഐറ്റംസ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? 4 എണ്ണമാണ് എഴുതേണ്ടത്. ഒന്ന് പൊട്ടാറ്റോ അങ്ങനെ വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഗുവാവ അങ്ങനെ വന്നിട്ടുള്ളതാണ്. കാഷ്യൂനട്ട്, മറ്റൊന്ന് ടാപ്പിയോക്കോ. ഓക്കെ, ഇതൊക്കെ ഇത്തരത്തിൽ വന്നിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് നിങ്ങളവിടെ എഴുതി കൊടുക്കുക. ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ നോക്കിയപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.